find the sum of the series sigma n equal to 1 to infinity 1 by n into n plus 1. അതായത് ഈ സീരീസ് എന്ന് പറയുന്നത് ആക്ച്വലി 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. എന്ന് പറയുന്നതാണ് സീരീസ്. അപ്പോൾ ഇത് നമുക്കറിയാം, ഒരു സീരീസിൻ്റെ സം എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ ലിമിറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റഗ്രേഷനിൽ നമ്മൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്നൊരു ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ഈ സീരീസിൻ്റെ കേത്ത് ടേം അല്ലെങ്കിൽ nth ടേം, കേത്ത് ടേം എന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ പറയാം, 1 by k into k plus 1 ആണ്. അപ്പോൾ 1 by k into k plus 1നെ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ പ്രകാരം നമുക്ക് a by k പ്ലസ് b by k plus 1 എന്ന് എഴുതാൻ പറ്റുമോ എന്നാണ് പരിശോധിക്കുന്നത്. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എയും ബിയും എന്താണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഇതിനെയാണ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുക. അപ്പോൾ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് 1 by k into k plus 1. റൈറ്റ് സൈഡിൽ നമ്മൾ LCM എടുത്തു കഴിഞ്ഞാൽ k into k plus 1, a into k plus 1 പ്ലസ് KB എന്ന് വരും. അപ്പോൾ ഈ ഈക്വാലിറ്റിയുടെ രണ്ട് സൈഡിലുള്ള എക്സ്പ്രഷൻസിൻ്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, k into k plus 1. അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് 1 equal to a into k plus 1 പ്ലസ് KB എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എയും ബിയും ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ കോൺസ്റ്റൻസ്, രണ്ട് സൈഡിലുമുള്ള കോൺസ്റ്റൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കോൺസ്റ്റൻറ്റ് 1ഉം റൈറ്റ് സൈഡിലെ കോൺസ്റ്റൻറ്റ് എയുമാണ് എന്ന് കിട്ടും. ഇവിടുത്തെ കെ എന്ന് പറയുന്നത് വേരിയബിൾ ആയിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്, എക്സോ അങ്ങനെയുള്ളൊക്കെ ഒരു വേരിയബിൾ ആയിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. അപ്പോൾ കോൺസ്റ്റൻസ് കമ്പയർ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, കെ ഈക്വൽ ടു ഏതെങ്കിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഇപ്പോൾ കെ ഈക്വൽ ടു, അപ്പോൾ ഈ കേസിൽ ശരിക്കും 0 ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും കെ ഈക്വൽ ടു 1 മറ്റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2a പ്ലസ് b ഈക്വൽ ടു 1 ഒക്കെ കിട്ടും. കെ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒരു ഇക്വേഷൻ കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് a ഈക്വൽ ടു 1 എന്ന് കിട്ടും. പിന്നെ രണ്ട് സൈഡിലും കെയുടെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കെക്ക് കോഎഫിഷ്യൻ്റ് ഒന്നുമില്ല, അപ്പോൾ 0 എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ നമുക്ക് a പ്ലസ് b എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം b എന്നത് -a ആണ് എന്നാണ്. പക്ഷെ ഓൾറെഡി a എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ b എന്ന് പറയുന്നത് -1 ആണ് എന്ന് കിട്ടും. അപ്പോൾ അതായത് നമുക്ക് 1 by k into k plus 1നെ 1 by k പ്ലസ് -1 by k plus 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ 1 by k മൈനസ് 1 by k plus 1 എന്ന് എഴുതാം. അതാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിനെ എങ്ങനെ എഴുതുന്നതിനെയാണ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷനിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. സോ 1 by k into k plus 1 എന്നതിനെ നമുക്ക് 1 by k മൈനസ് 1 by k plus 1 എന്ന് എഴുതാം. അതെങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ kth പാർഷ്യൽ സമ്മിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നോക്കൂ, ഇതാണ് അതിൻ്റെ kth പാർഷ്യൽ സം. 1 by 1 ആദ്യത്തെ k ടേംസിൻ്റെ സം 1 by 1 into 2 പ്ലസ് 1 by 2 into 3 പ്ലസ് എക്സെട്ര പ്ലസ് 1 by k into k plus 1. ഇനി 1 by 1 into 2വിനെ നമുക്ക് 1 minus 1 by 2 എന്ന് എഴുതാം. കാരണം എന്താ നോക്കൂ, 1 by k into k plus 1നെ നമുക്ക്
1/k മൈനസ് 1/k പ്ലസ് 1 എഴുതാം. അപ്പോൾ 1/1 ഇൻറ്റു 2വിനെ നമുക്ക് 1/1, അതായത് 1 മൈനസ് 1/2 എന്ന് എഴുതാം. അതുപോലെ 1/2 ഇൻറ്റു 3യെ നമുക്ക് 1/2 മൈനസ് 1/3 എന്ന് എഴുതാം. ജനറലി 1/k ഇൻറ്റു k പ്ലസ് 1നെ 1/k മൈനസ് 1/k പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും SK, kth പാർഷ്യൽ സം SK ഈക്വൽ ടു 1/1 മൈനസ് 1/2 പ്ലസ് 1/2 മൈനസ് 1/3 പ്ലസ് 1/3 മൈനസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1/k മൈനസ് 1/k പ്ലസ് 1. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന ഈ സമ്മിനെ ടെലസ്കോപ്പിംഗ് സം എന്നാ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഇവിടെ ഈ മൈനസ് 1/2 പ്ലസ് 1/2 കൂടി 0 ആവും. മൈനസ് 1/3 അടുത്ത ടേമിൽ 1/3 ഉണ്ടാവും, അതും 0 ആവും. അപ്പോൾ നമുക്ക് ആകെ അവിടെ ബാക്കി ഉണ്ടാവുക ഇവിടെ ഒരു 1/k ഉണ്ടാവും, അതിന് തൊട്ട് മുമ്പ് ഒരു മൈനസ് 1/k ഉണ്ടാവും, അതും കൂടി 0 ആവും. ആകെ പിന്നെ ബാക്കി വരുന്ന ടേം 1/1 മൈനസ് 1/k പ്ലസ് 1 എന്നാണ് വരിക. അപ്പോൾ SK എന്ന് പറയുന്നത് 1/1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/k പ്ലസ് 1 വരും. 1/2 ക്യാൻസൽ ചെയ്ത് പോകും, 1/3 ക്യാൻസൽ ചെയ്ത് പോകും, എക്സെട്ര 1/k ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ kth പാർഷ്യൽ സം SK എന്ന് പറയുന്നത് 1 മൈനസ് 1/k പ്ലസ് 1 എന്ന് കിട്ടും. ഈ kth പാർഷ്യൽ സമ്മിന്റെ ലിമിറ്റ് ആസ് k ടെൻസ് ടു ഇൻഫിനിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/k പ്ലസ് 1ന്റെ ലിമിറ്റ് 0, ആസ് k ടെൻസ് ടു ഇൻഫിനിറ്റി 1/k പ്ലസ് 1ന്റെ ലിമിറ്റ് 0. അപ്പം ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി SK എന്ന് പറയുന്നത് 1 ആണ് എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം നമ്മുടെ തന്നിട്ടുള്ള സീരീസ് കൺവേർജൻ്റ് ആണ് എന്നും അതിൻ്റെ സം എന്നത് 1 ആണ് എന്നും നമുക്ക് കിട്ടും. സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു n പ്ലസ് 1 എന്നത് 1 ആണ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ജോമെട്രിക് സീരീസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ടേമും റേഷ്യോയും ഒക്കെ നോക്കിയിട്ട് ആ റേഷ്യോയുടെ ആബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ആ സീരീസ് കൺവേർജൻ്റ് ആവുമെന്നും അതിൻ്റെ സം a/1 മൈനസ് r ആണെന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഈ രീതിയിലുള്ള ടെലസ്കോപ്പിംഗ് സീരീസ് മാതൃകയിലുള്ള സീരീസ് ആണെങ്കിൽ നമുക്ക് SK അല്ലെങ്കിൽ kth പാർഷ്യൽ സമ്മിനെ ഇങ്ങനെ ടെലസ്കോപ്പിംഗ് സം ആയിട്ട് എഴുതി ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി ഇങ്ങനെ ഒരു എളുപ്പമുള്ള നല്ലൊരു എക്സ്പ്രഷൻ കിട്ടിയാൽ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി SK നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും ആ സീരീസിന്റെ സം എഴുതാനും നമുക്ക് സാധിക്കും. ക്ലിയർ ആണോ അത്? യെസ് സർ. ഇനി നമ്മൾ കൺവേർജ് ചെയ്യാത്ത സീരീസുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡൈവേർജന്റ് സീരീസ് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. നമ്മൾ ഒരു സീരീസ് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര എന്ന് തന്നാൽ നമ്മൾ SN A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN ആദ്യത്തെ n ടേംസിന്റെ സം SN എടുത്ത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN ഇൻഫിനിറ്റി ആവുകയോ എക്സിസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരുന്നാൽ ആ സീരീസ് ഡൈവേർജൻ്റ് ആണ് എന്നാണ് നമ്മൾ പറയുക എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഉദാഹരണത്തിന് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n സ്ക്വയർ എന്ന സീരീസ് എടുത്തു. 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ S1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈ പ്രോബ്ലത്തിനെ സംബന്ധിച്ചിടത്തോളം S1 എന്ന് പറഞ്ഞാൽ 1 ആണ്. S2 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 4 ആണ്. അതായത് അത് ഗ്രേറ്റർ ദാൻ 4 ആണ്. S3 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 4 പ്ലസ് 9 ആണ്. അത് തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ 9 ആണ്. S4 എന്നാൽ 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 16 ആണ്. അത് തീർച്ചയായിട്ടും 16നേക്കാൾ വലുതാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് SN എന്നത് 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ആണ്. അത് n സ്ക്വയറിനേക്കാൾ വലുതാണ്. അപ്പോൾ SN എന്നത് നമുക്ക് n സ്ക്വയറിനേക്കാൾ വലുതാണ് എന്ന് കിട്ടും. നമുക്കറിയാം ഈ n സ്ക്വയർ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ n സ്ക്വയർ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പം അതിനേക്കാൾ വലുതായിരിക്കും ലിമിറ്റ് SN എന്ന് പറയുന്നത്. അപ്പം ലിമിറ്റ് SN എന്ന് പറയുന്നതും ഇൻഫിനിറ്റി ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഈ സീരീസ് ഡൈവേർജൻ്റ് ആണ് എന്നതാണ്. മനസ്സിലായോ?
Yes, sir. ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n പ്ലസ് 1/n, അതായത് 2/1 പ്ലസ് 3/2 പ്ലസ് എക്സിട്ര എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ S1 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. S2 എന്ന് പറഞ്ഞാൽ ഈ 2/1 എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് 1നേക്കാൾ വലുതാണ് കേട്ടോ. അടുത്തത് 2/1 പ്ലസ് 3/2 ആണ്. നോക്കൂ, 2/1ഉം 1നേക്കാൾ വലുതാണ്, 3/2ഉം 1നേക്കാൾ വലുതാണ്. അപ്പം നമുക്ക് ഇതിനെ ഗ്രേറ്റർ ദാൻ 1 പ്ലസ് 1 ഈക്വൽ ടു 2 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ നമ്മൾ S3 പരിശോധിച്ച് കഴിഞ്ഞാൽ S3 എന്നത് 2/1 പ്ലസ് 3/2 പ്ലസ് 4/3 ആണ്. അവ ഓരോന്നും 1നേക്കാൾ വലുതാണ്. അതായത് S3 എന്നത് 3യേക്കാൾ വലുതാണ് എന്ന് കിട്ടും. അപ്പം നമ്മൾ നോക്കിയാൽ SN എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ SN എന്നത് നമുക്ക് 2/1 പ്ലസ് 3/2 പ്ലസ് എക്സിട്ര പ്ലസ് n പ്ലസ് 1/n ആണ് എന്ന് കാണാനായിട്ട് പറ്റും. അതായത് ഇത് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് 1 പ്ലസ് എക്സിട്ര പ്ലസ് 1, ഓരോ ടേമും 1നേക്കാൾ വലുതാണ്. അതായത് നമുക്ക് SN ഗ്രേറ്റർ ദാൻ n ആണ് എന്ന് കിട്ടും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN എന്ന് പറയുന്നതും നമുക്ക് എന്താണെന്ന് കിട്ടും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN എന്നത് ഇൻഫിനിറ്റി ആണ് എന്ന് കിട്ടും. അതുകൊണ്ട് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുന്നില്ല എന്നും അതുകൊണ്ട് ഈ സീരീസ് ഡൈവേർജന്റ് ആണ് എന്നും നമുക്ക് കിട്ടും. Is that okay? Yes, sir. Okay. ഇനി there is a result known as theorem. Okay. ഈ റിസൾട്ട് പറയണത് അഥവാ സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an എന്ന സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an 0 ആയിരിക്കും എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്ന റിസൾട്ട്. അത് ഇങ്ങനെ പ്രൂവ് ചെയ്യാവുന്നതാണ്, വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാം. നമുക്ക് തന്നിട്ടുണ്ട് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an കൺവേർജസ് എന്ന് തന്നിരിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പം അതിൻ്റെ അർത്ഥം അതിനൊരു സം ഉണ്ടെന്നുള്ളതാണ്. ആ സമ്മിനെ നമുക്ക് S എന്ന് വിളിക്കാം. S എന്ന് വിളിക്കാം. അപ്പോൾ SN എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മാണ്. SN എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN ആണ്. Sn-1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n മൈനസ് ടേംസിൻ്റെ സമ്മാണ്. അപ്പം നമുക്ക് മനസ്സിലാവും Sn മൈനസ് Sn-1 എന്ന് പറഞ്ഞാൽ an ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn മൈനസ് Sn-1 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ആണ്. നോക്കൂ, ഈ ലെഫ്റ്റ് സൈഡിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn-1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് കിട്ടും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn, അതായത് ഈ സീരീസിൻ്റെ nth പാർഷ്യൽ സമ്മിൻ്റെ ലിമിറ്റ്, അതാണ് ആ സീരീസിൻ്റെ സം എന്ന് പറയുന്നത്. അതായത് അത് S ആണ്.
അതുപോലെ തന്നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn-1ഉം എസ് തന്നെയാണ്. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്നത് S-S ആണ് എന്ന് നമുക്ക് കിട്ടും. ആൻഡ് ദാറ്റ് ഗീവ്സ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഈസ് ഈക്വൽ ടു 0. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒരു സീരീസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്ന സീരീസ് കൺവേർജൻ്റ് ആണ് എങ്കിൽ an-ന്റെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an 0 ആയിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, ഇത് പ്രത്യേകം ഒരു മുന്നറിയിപ്പുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, an 0യിലേക്ക് കൺവേർജ് ചെയ്താൽ സീരീസ് സിഗ്മ an കൺവേർജൻ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നേയില്ല. നമ്മൾ ആകെ പറയുന്നത് സിഗ്മ an കൺവേർജൻ്റ് ആണെങ്കിൽ an 0യിലേക്ക് കൺവേർജ് ചെയ്യും എന്നാണ്. അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, an 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ സിഗ്മ an ഡൈവേർജൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് എന്നറിയപ്പെടുന്നത്. ലിമിറ്റ് an എക്സിസ്റ്റ് ചെയ്യാതിരിക്കുകയോ ലിമിറ്റ് an 0 ആവാതിരിക്കുകയോ ചെയ്താൽ സിഗ്മ an ഡൈവേർജൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അത് ഇതേ കാര്യം തന്നെയാണ് കേട്ടോ. നമുക്കറിയാം, ബേസിക് ലോജിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ P ഇംപ്ലൈസ് Q എന്നതും അതിൻ്റെ കോൺട്രാ പോസിറ്റീവ് P ശരിയാണെങ്കിൽ Q ശരിയാണ് എന്ന് പറയുന്നതും അതിനോട് തുല്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് Q ശരിയല്ലെങ്കിൽ P ശരിയാകില്ല എന്ന് പറയുന്നത്. So whenever P is true, then Q is true എന്ന് പറയുന്നതും whenever Q is false, then P is false എന്ന് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്. മാത്തമാറ്റിക്കലി ഒരേ കാര്യം തന്നെയാണ്. അതായത് സിഗ്മ an കൺവേർജ് ചെയ്യുകയാണെങ്കിൽ an-ന്റെ ലിമിറ്റ് 0 ആണ് എന്ന് പറയുന്നതും an-ന്റെ ലിമിറ്റ് 0 ആവാതിരുന്നാൽ സിഗ്മ an കൺവേർജൻ്റ് ആകാതിരിക്കും എന്ന് പറയുന്നതും ഒരേ കാര്യമാണ്. അതാണ് ലിമിറ്റ് an 0 ആവാതിരിക്കുകയോ ലിമിറ്റ് an എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് 0 ആവില്ലല്ലോ. അപ്പം ലിമിറ്റ് an എക്സിസ്റ്റ് ചെയ്യാതിരിക്കുകയോ 0 അല്ലാതിരിക്കുകയോ ചെയ്താൽ സിഗ്മ an എന്ന് പറയുന്നത് ഒരു ഡൈവേർജൻറ്റ് സീരീസ് ആയിരിക്കും. ഇത് നമുക്ക് ഒരു സീരീസ് ഡൈവേർജൻ്റ് ആണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ടെസ്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൺവേർജൻ്റ് ആണോ എന്ന് പരിശോധിക്കാൻ ഈ ടെസ്റ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. ലിമിറ്റ് an 0 ആണ് എന്നുള്ളത് കൊണ്ട് സീരീസ് സിഗ്മ an കൺവേർജൻ്റ് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ലിമിറ്റ് an 0 ആകാതിരിക്കുകയോ അതുപോലെ തന്നെ ലിമിറ്റ് an എക്സിസ്റ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ നമുക്ക് സിഗ്മ an ഡൈവേർജൻ്റ് ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഈ എക്സാമ്പിളുകളിലൊക്കെ നമുക്ക് nth ടേം ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സിഗ്മ n² എന്ന സീരീസ് ഡൈവേർജ് ചെയ്യും. കാരണം അവിടെ an എന്ന് പറയുന്നത് n² ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്നത് 0 അല്ല, ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് സിഗ്മ n² ഡൈവേർജൻ്റ് ആണ്. അതുപോലെ സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n+1/n നമ്മൾ വേറൊരു രീതിയിൽ നേരത്തെ അത് ചെയ്തു. nth ടേം ടെസ്റ്റ് ഉപയോഗിച്ച് ഇവിടെ an എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലത്തിൽ an എന്ന് പറഞ്ഞാൽ n+1/n ആണ്. അതായത് 1+1/n ആണ്. അതിൻ്റെ അർത്ഥം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്നത് 1 ആണ്, 0 അല്ല. അതുകൊണ്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഈസ് ഡിഫറൻറ്റ് ഫ്രം 0. അതുകൊണ്ട് nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് പ്രകാരം സിഗ്മ an ഡൈവേർജൻ്റ് ആയിരിക്കും. അതായത് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n+1/n എന്ന സീരീസ് ഡൈവേർജൻറ്റ് സീരീസ് ആയിരിക്കും. കാരണം അതിൻ്റെ nth ടേമിൻ്റെ ലിമിറ്റ് 0 അല്ല. അതുപോലെ ഈ സീരീസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -1n+1 അതിൻ്റെ nth ടേം എന്നത് -1n+1 ആണ്. ആ nth ടേമിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. -1n+1 എന്ന് പറഞ്ഞാൽ -1 1 -1 1 -1 1 എന്നിങ്ങനെ മാറി മാറി വരും.
ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1n+1 എന്ന് പറയുന്ന സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. അതുപോലെ മറ്റൊരു പ്രോബ്ലം, സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് n/2n+5. അപ്പോൾ അതിലെ an എന്ന് പറയുന്നത് മൈനസ് n/2n+5 ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് n/2n+5 ആണ്. നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, നമ്മൾ എല്ലാ ടേമിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി -1 ഡിവൈഡഡ് ബൈ 2 + 5/n എന്ന് വരും. അപ്പോൾ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ 5/n 0യിലേക്ക് പോയിട്ട് നമുക്ക് അതിൻ്റെ ലിമിറ്റ് -1/2 ആണ് എന്ന് കിട്ടും. അതായത് അത് 0 അല്ല എന്ന് കിട്ടും. അതിനർത്ഥം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an 0 അല്ലെങ്കിൽ സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an ഡൈവേർജ് ചെയ്യും. ക്ലിയർ ആണോ? Yes, sir. ഞാൻ പറഞ്ഞു an 0യിലേക്ക് കൺവേർജ് ചെയ്യും എന്നുള്ളത് കൊണ്ട് സീരീസ് കൺവേർജന്റ് ആകണമെന്ന് നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു ഉദാഹരണമാണ്. ഈ സീരീസിന്റെ nth ടേം നോക്കൂ. nth ടേം ഒക്കെ ആകുമ്പോൾ ഇതിൽ നോക്കൂ, ആദ്യത്തെ ടേം 1, പിന്നത്തെ 2 ടേംസ് 1/2, പിന്നത്തെ 4 ടേംസ് 1/4, പിന്നത്തെ 8 ടേംസ് 1/8, പിന്നത്തെ 16 ടേംസ് 1/16. അങ്ങനെയാണ് ഈ സീരീസ് പോകുന്നത്. അപ്പോൾ ഈ സീരീസിന്റെ ടേമുകൾ കുറേ ചെല്ലുമ്പോഴേക്കും വേണ്ട 1/2n ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി അത് 0യിലേക്ക് പോകും. അപ്പോൾ ഇതിന്റെ nth ടേം 0യിലേക്കാണ് പോകുന്നത്. അതായത് an കൺവേർജസ് ടു 0 ആണ്. പക്ഷെ സീരീസ് ഡൈവേർജന്റ് ആണ്. കാരണം നോക്കൂ, ഇതിന്റെ ഫസ്റ്റ് ടേം 1നേക്കാൾ വലുതാണ്. ആദ്യത്തെ 3 ടേംസിന്റെ സം 2 ആയിരിക്കും. ഫസ്റ്റ് ടേം 1 ആണ് എന്ന് പറയാം നമുക്ക്. ആദ്യത്തെ 3 ടേംസിന്റെ സം 2 ആണ്. പിന്നെ 7 ടേംസിന്റെ സം 3 വരും. പിന്നെ 15 ടേംസിന്റെ സം 4 വരും. അങ്ങനെ നമുക്ക് ഏതൊരു നമ്പറിനേക്കാളും വലുതായിട്ട് അതിൻ്റെ പാർഷ്യൽ സമ്മുകളെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ആ സീരീസ് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഈ സീരീസ് ഡൈവേർജന്റ് ആണ്, ഈവൻ ദോ ആ സീരീസിന്റെ nth ടേം 0യിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, Yes, sir. ഇനി നമുക്ക് ഈ സീരീസിന്റെ സമ്മുകൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ആകെ സം കണ്ടുപിടിക്കാൻ അറിയാവുന്നത് 2 തരത്തിൽപ്പെട്ട സീരീസുകൾക്ക് മാത്രമാണ്. ഒന്നുകിൽ അത് ജോമെട്രിക് സീരീസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു ടെലസ്കോപ്പിംഗ് സീരീസ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ അറിവ് വളരെ കുറവാണ്. പിന്നെ സീരീസ് ഡൈവേർജന്റ് ആണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് nth ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് ഉണ്ട്. ഇനി എന്താവട്ടെ, അപ്പോൾ നമുക്ക് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. ആ സീരീസിന്റെ സം a ആണ് എന്ന് വിചാരിക്കുക. അതുപോലെ സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി bn എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. ആ സീരീസിന്റെ സം b ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സം റൂള് പറയുന്നത് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an പ്ലസ് bn എന്ന് പറയുന്ന സീരീസ് കൺവേർജന്റ് ആവും. അതിൻ്റെ സം a പ്ലസ് b ആയിരിക്കും. അതായത് സിഗ്മ an പ്ലസ് bnനെ നമുക്ക് സിഗ്മ an പ്ലസ് സിഗ്മ bn എഴുതാം. അതിനെയാണ് സം റൂൾ എന്ന് പറയുന്നത്. അതുപോലെ ഡിഫറൻസ് റൂൾ, സിഗ്മ an മൈനസ് bn എന്നത് സിഗ്മ an മൈനസ് സിഗ്മ bn ആയിരിക്കും, അല്ലെങ്കിൽ a മൈനസ് b ആയിരിക്കും. അതുപോലെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ, സിഗ്മ k an എന്ന് പറയുന്നത് k സിഗ്മ an ആയിരിക്കും. അതായത് സിഗ്മ an എന്ന സീരീസിന്റെ സം a ആണ് എങ്കിൽ സിഗ്മ k an എന്ന സീരീസിന്റെ സം k ഇൻറ്റു a ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പ്രോഡക്റ്റ് റൂളോ കോഷ്യൻ റൂളോ ഒന്നുമില്ല. ലിമിറ്റിലുള്ളതുപോലെ അങ്ങനെ ഒരു റൂളൊന്നും ഇല്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഈ റൂളുകളൊന്നും പ്രൂവ് ചെയ്യാൻ വിഷമമൊന്നുമില്ല. നോക്കൂ,
സിഗ്മ എ എൻ ക്യാപിറ്റൽ എ ആണ് എന്ന് പറഞ്ഞാൽ സിഗ്മ എ എന്നിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിൻ്റെ ലിമിറ്റ് ആണ് എ എന്നാണ് അർത്ഥം. അപ്പോൾ ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം പൊതുവെ നമ്മൾ എസ് എൻ എന്നാണ് വിളിക്കാറ്. ഞാനിവിടെ എ എൻ എന്നിവിടെ വിളിക്കുന്നു. എ എൻ എന്ന് പറഞ്ഞാൽ ഈ സിഗ്മ എ എന്നിൻ്റെ nth പാർഷ്യൽ സം, ആദ്യത്തെ n ടേംസിന്റെ സം. അതുപോലെ സിഗ്മ ബി എന്നിൻ്റെ nth പാർഷ്യൽ സമ്മിനെ ക്യാപിറ്റൽ ബി എൻ എന്നും വിളിക്കുന്നു. ക്യാപിറ്റൽ ബി എൻ എന്ന് പറഞ്ഞാൽ ബി വൺ പ്ലസ് ബി ടു പ്ലസ് എക്സെട്ര പ്ലസ് ബി എൻ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എ എൻ എന്ന് പറയുന്നത് സിഗ്മ എ എൻ എന്ന സീരീസിന്റെ nth പാർഷ്യൽ സമ്മും ക്യാപിറ്റൽ ബി എൻ എന്ന് പറയുന്നത് സിഗ്മ ബി എൻ എന്ന സീരീസിന്റെ nth പാർഷ്യൽ സമ്മുമാണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എ എൻ പ്ലസ് ബി എൻ എന്ന സീരീസിന്റെ nth പാർഷ്യൽ സം, അതിനെ നമുക്ക് എസ് എൻ എന്ന് വിളിക്കാം. നോക്കൂ, അത് എ വൺ പ്ലസ് ബി വൺ പ്ലസ് എ ടു പ്ലസ് ബി ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ പ്ലസ് ബി എൻ ആയിരിക്കും ആ സീരീസിന്റെ ആദ്യത്തെ n ടേംസ്. ഫസ്റ്റ് ടേം എ വൺ പ്ലസ് ബി വൺ ആണ് n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ. n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ കിട്ടുന്ന ടേമുകൾ എ ടു പ്ലസ് ബി ടു ആണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് ടേമുകളുടെ എന്ന് പറയുമ്പോൾ എ വൺ പ്ലസ് ബി വൺ പ്ലസ് എ ടു പ്ലസ് ബി ടു എന്ന് നമ്മൾ പറയണം. n ഈക്വൽ ടു 1 കൊടുക്കുമ്പോഴും n ഈക്വൽ ടു 2 കൊടുക്കുമ്പോഴും കിട്ടുന്ന ടേമുകളുടെ സം. അതുപോലെ n ഈക്വൽ ടു 1ഉം n ഈക്വൽ ടു 2ഉം n ഈക്വൽ ടു 3ഉം കൊടുക്കുമ്പോൾ കിട്ടുന്ന ടേമുകളുടെ സം, അതാണ് തേർഡ് പാർഷ്യൽ സം. അപ്പോൾ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ പ്ലസ് ബി വൺ പ്ലസ് ബി ടു പ്ലസ് എക്സെട്ര പ്ലസ് ബി എൻ എഴുതാം. എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ എൻ ആണ്. ബി വൺ പ്ലസ് ബി ടു പ്ലസ് എക്സെട്ര പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബി എൻ ആണ്. സിഗ്മ എ എൻ എ ആണെന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ എ എന്നിൻ്റെ ലിമിറ്റ് ക്യാപിറ്റൽ എ ആണ്. അതുപോലെ ക്യാപിറ്റൽ ബി എന്നിൻ്റെ ലിമിറ്റ് ക്യാപിറ്റൽ ബി ആണ്. അതുകൊണ്ട് എസ് എന്നിൻ്റെ ലിമിറ്റ് എ പ്ലസ് ബി ആണ്. സീക്വൻസസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് സിഗ്മ എ എൻ പ്ലസ് ബി എൻ എന്ന സീരീസിന്റെ സം എ പ്ലസ് ബി ആണ് എന്ന് കിട്ടും. ഇതുപോലെ തന്നെ ഡിഫറൻസ് റൂളും പറയാം. ഡിഫറൻസ് റൂളിൽ ആകെയുള്ള വ്യത്യാസം നമുക്ക് ഓരോന്നിലും എ വൺ മൈനസ് ബി വൺ, എ ടു മൈനസ് ബി ടു എക്സെട്ര പ്ലസ് എ എൻ മൈനസ് ബി എൻ എന്ന് വരുന്നുള്ളതാണ്. അപ്പൊ നമുക്കിത് എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് ബി വൺ പ്ലസ് ബി ടു പ്ലസ് എക്സെട്ര പ്ലസ് ബി എൻ എന്ന് വരും. അതായത് ക്യാപിറ്റൽ എ എൻ മൈനസ് ക്യാപിറ്റൽ ബി എൻ എന്ന് വരും. അപ്പോൾ എസ് എൻ ക്യാപിറ്റൽ എ മൈനസ് ക്യാപിറ്റൽ ബിയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് കിട്ടും. അതാണ് ഡിഫറൻസ് റൂളിൽ വരുന്ന വ്യത്യാസം. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂളിലും ഇതുപോലെ തന്നെയാണ്. നമുക്ക് എസ് എൻ എന്ന് പറയുന്നത് കെ എ വൺ കെ എ ടു പ്ലസ് എക്സെട്ര പ്ലസ് കെ എ എൻ എന്ന് വരും. കാരണം സിഗ്മ കെ എ എൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീരീസ്. അപ്പോൾ കെ കോമൺ ആയിട്ട് എടുത്താൽ കെ ഇൻറ്റു എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എന്ന് വരും. അതായത് കെ ഇൻറ്റു ക്യാപിറ്റൽ എ എൻ എന്ന് വരും. ക്യാപിറ്റൽ എ എൻ എയിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അതുകൊണ്ട് കെ ഇൻറ്റു ക്യാപിറ്റൽ എ എൻ കെ എയിലേക്ക് കൺവേർജ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റോൾ ഫോർ സീക്വൻസസ് പ്രകാരമാണ് അത് കിട്ടുന്നത്. അപ്പോൾ എസ് എൻ കൺവേർജസ് ടു കെ എ എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എസ് എൻ ഈക്വൽ ടു കെ എ. അതായത് സിഗ്മ കെ എ എൻ എന്ന സീരീസിന്റെ സം കെ എ ആണ് എന്ന് കിട്ടും. അപ്പൊ ഈ റൂളുകൾ നമുക്ക് ജോമെട്രിക് സീരീസിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാം. അപ്പൊ രണ്ട് ജോമെട്രിക് സീരീസിന്റെ സമ്മായിട്ടാണ് ഒരു സീരീസ് വരുന്നതെങ്കിൽ അതിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ റൂളുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഒരു ഡൈവേർജന്റ് സീരീസിന്റെ എല്ലാ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസും ഡൈവേർജ് ചെയ്യും. അതുപോലെ സിഗ്മ എ എൻ കൺവേർജ് ചെയ്യുകയും സിഗ്മ ബി എൻ ഡൈവേർജ് ചെയ്യുകയും ചെയ്താൽ സിഗ്മ എ എൻ പ്ലസ് ബി എന്നും സിഗ്മ എ എൻ മൈനസ് ബി എന്നും ഡൈവേർജ് ചെയ്യും. അപ്പോൾ നമുക്കിതാ ഈ ഒരു പ്രോബ്ലം കാണാം. ഫൈൻഡ് ദ സംസ് ഓഫ് ദ ഫോളോയിങ് സീരീസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity 3 raised to n minus 1 minus 1 divided by 6 raised to n minus 1. ഇതാണ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity. നോക്കൂ, 3 raised to n minus 1 divided by 6 raised to n minus 1 മൈനസ് 1 by 6 raised to n minus 1 എഴുതാം. പക്ഷെ 3 raised to n minus 1 by 6 raised to n minus 1 എന്ന് പറഞ്ഞാൽ 1 by 2 raised to n minus 1 ആണ്. അപ്പോൾ നമുക്ക് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity 1 by 2 raised to n minus 1 മൈനസ് 1 by 6 raised to n minus 1 എന്ന് കിട്ടും. ഇനി നമ്മൾ ഡിഫറൻസ് റൂൾ ഉപയോഗിച്ചാൽ സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity 1 by 2 raised to n minus 1 മൈനസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity 1 by 6 raised to n minus 1 എന്ന് വരും.
അൺഫോർച്ചുനേറ്റ്ലി ഈ രണ്ട് സീരീസുകളും ജോമെട്രിക് സീരീസ് ആണ്. ആദ്യത്തെ ജോമെട്രിക് സീരീസിലെ ഫസ്റ്റ് ടേം 1ഉം റേഷ്യോ 1/2 ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ സം 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 ആയിരിക്കും. മൈനസ് ഈ രണ്ടാമത്തെ സീരീസിന്റെ അതും ഒരു ജോമെട്രിക് സീരീസ് ആണ്. അതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ n=1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോഴാ ഫസ്റ്റ് ടേം കിട്ടുക. അപ്പൊ നമുക്ക് 1 ആ കിട്ടുക. 6⁻0 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. റേഷ്യോ എന്ന് പറയുന്നത് ഇത് AR⁻n-1 എന്ന രീതിയിൽ മനസ്സിലാക്കിയാലും മതി. അപ്പോൾ A=1ഉം R എന്ന് പറയുന്നത് 1/6ഉം എന്ന് കിട്ടും. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/6 അതായിരിക്കും അതിൻ്റെ സം. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ആദ്യത്തെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. രണ്ടാമത്തെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6/5 എന്ന് കിട്ടും. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 4/5. ഓക്കെ. Yes, sir. ഇനി അടുത്ത ഒരു പ്രോബ്ലം n=1 to infinity 4/2n-1. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ പ്രകാരം നമുക്ക് 4 പുറത്തെടുക്കാം. KAN എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയ 4 പുറത്തെടുത്താൽ n=1 to infinity 1/2n-1. ആൻഡ് n=1 to infinity 1/2n-1 എന്ന് പറഞ്ഞാൽ ഒരു ജോമെട്രിക് സീരീസ് ആണ്. അതിന്റെ ഫസ്റ്റ് ടേം 1ഉം റേഷ്യോ 1/2 ആയിരിക്കും. അപ്പോൾ അതിന്റെ സം എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 ആയിരിക്കും. അപ്പോൾ 4 × 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 2 എന്ന് വന്ന് 4 × 2 = 8 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഈ സം റൂളും ഡിഫറൻസ് റൂളും കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നാളെ ചെയ്യും കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് നാളെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുക. ജോമെട്രിക് സീരീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസും ടെലസ്കോപ്പിംഗ് സീരീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസും ഈ സം റൂളും ഡിഫറൻസ് റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂളും ഒക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണ് ചെയ്യുക നമ്മൾ. ഓക്കെ. ഇനി ചില കാര്യങ്ങളൊന്ന് പ്രതിപാദിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഈ സിഗ്മ നൊട്ടേഷനൊക്കെ നിങ്ങൾ റീമാൻ സം ഒക്കെ പഠിച്ചപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഞാനത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് n=1 to infinity AN എന്നുള്ളതിന് പകരം നമുക്ക് ആദ്യത്തെ k-1 ടേംസ് എഴുതിയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. n=1 to infinity AN എന്ന് പറഞ്ഞാൽ A1 + A2 + A3 + etc എന്നാണല്ലോ. അപ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ A1 + A2 + etc + AK-1 പ്ലസ് പിന്നെ n=k to infinity. അപ്പോൾ AK + AK+1 തുടങ്ങിയുള്ള ടേംസ് അങ്ങനെ അങ്ങ് വരും. അപ്പം നമുക്ക് സമ്മേഷൻ നൊട്ടേഷനൊക്കെ അങ്ങനെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ n=k to infinity AN കൺവേർജ് ചെയ്താൽ തീർച്ചയായിട്ടും n=1 to infinity AN കൺവേർജ് ചെയ്യും. കാരണം പിന്നെ ആകെപ്പാടെ ഫൈനൈറ്റ്ലി മെനി ടേംസേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഫൈനൈറ്റ്ലി മെനി ടേംസ് ആഡ് ചെയ്താലോ ഡിലീറ്റ് ചെയ്താലോ ഒരു സീരീസിന്റെ കൺവേർജൻസിന് ഒരു വ്യത്യാസവും സംഭവിക്കില്ല. ഓഫ് കോഴ്സ് അതിൻ്റെ സമ്മിന് വ്യത്യാസം വരും. പക്ഷേ ഇപ്പോൾ നമുക്കൊരു സീരീസ് കൺവേർജൻ്റ് ആണെന്ന് അറിയാം. ആ സീരീസിലെ ആദ്യത്തെ 10 ടേംസ് നമ്മൾ ഒഴിവാക്കി അങ്ങനെ കിട്ടുന്ന സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് അറിയാം, അതിൽ ആദ്യത്തെ 10 ടേംസ് ഒഴിവാക്കി അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന സീരീസും ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ ആഡ് ചെയ്ത് കൊടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ you can always add a finite number of terms to a series or delete a finite number of terms without changing the nature of convergence. സീരീസ് കൺവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഫൈനൈറ്റ്ലി മെനി ടേംസ് ആഡ് ചെയ്ത് കൊടുത്താലും ഫൈനൈറ്റ്ലി മെനി ടേംസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ദാറ്റ് റിമൈൻസ് കൺവേർജൻറ്റ്. അതുപോലെ ഒരു സീരീസ് ഡൈവേർജൻ്റ് ആണെങ്കിൽ അതിൽ ഫൈനൈറ്റ്ലി മെനി ടേംസ് ആഡ് ചെയ്താലും ഫൈനൈറ്റ്ലി മെനി ടേംസ് ഡിലീറ്റ് ചെയ്താലും ദാറ്റ് റിമൈൻസ് ഡൈവേർജൻറ്റ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് n=1 to infinity 1/5n നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 1/5 അത് n=1 കൊടുക്കുമ്പോൾ 1/25 പ്ലസ് 1/125. അപ്പോൾ n=1ഉം 2ഉം 3ഉം കൊടുത്തു. പ്ലസ് n=4 to infinity 1/5n എഴുതാൻ പറ്റും. അപ്പം നമുക്ക് ഈ n=4 to infinity 1/5n എന്ന് പറഞ്ഞാൽ n=1 to infinity 1/5n - 1/5
-1/25 -1/125 എന്നൊക്കെ എഴുതാൻ പറ്റും. നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ ഈ സീരീസുകളൊക്കെ അങ്ങനെ കുറച്ച് ടേംസ് ഒഴിവാക്കിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കാം അതിൻ്റെ കൺവേർജൻസ് പരിശോധിക്കാനൊക്കെ സൗകര്യം. അതുകൊണ്ട് അതൊന്ന് മുൻകൂട്ടി പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഈ ഇൻഡെക്സുകൾ ഇപ്പോൾ സിഗ്മ n=1 to ∞ an എന്ന് പറഞ്ഞാൽ എന്നിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡെക്സ് എന്നാണ്. ആ ഇൻഡെക്സുകളെയൊക്കെ നമുക്ക് റീഫ്രേസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇപ്പോൾ സിഗ്മ n=1 to ∞ an എന്നുള്ളതിന് പകരം നമ്മൾ ഇപ്പോൾ ഈ 1+h തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യുന്നത് എന്നിന് പകരം n-h എന്ന് എഴുതുക ചെയ്യുന്നത്. എന്നിന് പകരം n-h. അപ്പോൾ n-h = 1 to ∞ എന്ന് വരും. അതാണ് n=1 + h to ∞ എന്ന് പറയുന്നത്. n-h = 1 ആണെങ്കിൽ n = 1 + h. അതാണ് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. സിഗ്മ n=1 to ∞ an എന്ന് പറയുന്നതും സിഗ്മ n=1 + h to ∞ an-h എന്ന് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞു വരും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സിഗ്മ n=1 to ∞ an എന്ന് പറയുന്നതും സിഗ്മ n=3 to ∞ an-3 എന്ന് പറയുന്നത് ഒരേ കാര്യമാണ്. ഞാനവിടെ h-ന് പകരം 3 എന്ന് എഴുതിയേ ഉള്ളൂ. I'm sorry, n=1 second. സിഗ്മ n=1 to ∞ an എന്ന് പറയുന്നതും സിഗ്മ n=n-3 n=4 to ∞, not 3. 1 + h എന്ന് വേണ്ടേ. n=4 to ∞. കാരണം നിങ്ങൾ നോക്കൂ, ഇപ്പോൾ സിഗ്മ n=2ലും ഇപ്പോൾ സിഗ്മ n=1 to ∞ an. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് n=1 ആണ്. അപ്പോൾ നമുക്ക് a1 ആ കിട്ടുക. ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് n=4 ആ. അപ്പോൾ a4 - 3 എന്നാ വരിക. അത് a1 തന്നെയാണ്. ഇനി രണ്ടാമത് കൊടുക്കുക n=2 ആണ് ഇതിനകത്ത്. അപ്പോൾ a2 ആ കിട്ടുക. ഇവിടെ രണ്ടാമത് കൊടുക്കേണ്ടത് n=5 ആ. അപ്പോൾ a5 - 3 ആണ്. അത് a2 തന്നെയാണ്. അതാണ് രണ്ടും ഒരേ കാര്യമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ എച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാൻ പറ്റും. ആ എച്ച് എന്ന് പറയുന്നത് അതാണ് റീ ഇൻഡെക്സ് ചെയ്യുക എന്ന് നമ്മൾ പറയും. സിഗ്മ n= ഇപ്പം അത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ എന്താണോ സൗകര്യപ്രദമായിട്ടുള്ളത് ആ രീതിയിൽ റീ ഇൻഡെക്സ് ചെയ്യുകയാണ് നമ്മൾ പൊതുവേ ചെയ്യുക. അപ്പോൾ അങ്ങനെ റീ ഇൻഡെക്സ് ചെയ്തതുകൊണ്ട് ആ സീരീസിൻ്റെ കൺവേർജൻസിനൊന്നും ഒരു വ്യത്യാസവും സംഭവിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ 1 + 1/2 + 1/4 + etc. എന്ന് പറയുന്ന സീരീസിനെ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സിഗ്മ n=1 to ∞ 1/2n-1 എഴുതാം. അല്ലെങ്കിൽ സിഗ്മ n=0 to ∞ 1/2n എഴുതാം. അല്ലെങ്കിൽ സിഗ്മ n=5 to ∞ 1/2n-5 എന്ന് എഴുതാം. അല്ലെങ്കിൽ സിഗ്മ n=-4 to ∞ 1/2n+4. നമുക്ക് എല്ലാ കേസിലും നിങ്ങൾക്ക് കിട്ടുന്നത് ഈ സീരീസ് തന്നെയായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സിഗ്മ n=1 to ∞ 1/2n-5. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് n=5 ആ. അപ്പോൾ നമുക്ക് 1/2⁵ അതായത് 1/2⁵0 1 കിട്ടും. അടുത്ത് n=6 കൊടുക്കണം. അപ്പോൾ 1/2⁵6 - 5. 6 - 5 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 1/2 കിട്ടും. അത്രേ ഉള്ളൂ. അതാണ് റീ ഇൻഡെക്സ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ റീ ഇൻഡെക്സ് ചെയ്ത് കഴിഞ്ഞാൽ പാർഷ്യൽ സംസ് ഒക്കെ സെയിം തന്നെയായിരിക്കും. അപ്പം നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടുന്ന രീതിയിലുള്ള റീ ഇൻഡെക്സിംഗ് ആണ് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഈ സീരീസിനെ സംബന്ധിച്ചിടത്തോളം ഈ 1/2n-5 1/2n+4 ഒക്കെ സൗകര്യപ്രദമാണ് 1/2n. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡെക്സിങ് എന്ന് പറയുന്നത് സിഗ്മ n=0 to ∞ 1/2n ആണ്. ഇനി അല്ല സിഗ്മ n നമ്മൾ ഇത്രയും നേരമൊക്കെ സിഗ്മ n=1 to ∞ 1/2n-1 ഇട്ടിട്ടാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനും
വിരോധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിനായിട്ട് തെറ്റാതെ ആ റീഇൻഡെക്സിങ് കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇതിനെ മാറ്റുമ്പോൾ നമ്മൾ ഈ എന്നിന് പകരം n-5 ആണ് കൊടുക്കുന്നത് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അത് ഈ സമ്മേഷനിലും അതേ വ്യത്യാസം വരും. അപ്പോൾ n-5 ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എന്ന് വരും. അതിന് പകരം n-5 ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 5 to ഇൻഫിനിറ്റി. ഇതാ ഇവിടെ n കാണുന്നിടത്തെല്ലാം n-5 എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്താണെങ്കിൽ ഈ n കാണുന്നിടത്തെല്ലാം n+4 എന്ന് എഴുതി. അതാണ് n+4 ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എന്ന് വരുമ്പോൾ n ഈക്വൽ ടു -4 to ഇൻഫിനിറ്റി എന്ന് വരും. ഇതിലാണെങ്കിൽ n-ന് പകരം n-1 എന്ന് എഴുതി. അതാണ് n-1 ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എന്നായി അത് മാറുന്നത്. അതാണ് റീഇൻഡെക്സിനെ കുറിച്ചും അതുപോലെ ഈ ഒരു സീരീസിലേക്ക് ഫൈനൈറ്റ്ലി മെനി ടേംസ് ആഡ് അങ്ങനെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സാരാംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീരീസിലേക്ക് ഫൈനൈറ്റ്ലി മെനി ടേംസ് ആഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്താലും ആ സീരീസിൻ്റെ കൺവേർജൻസ് നേച്ചറിന് ഒരു വ്യത്യാസവും സംഭവിക്കില്ല. അതായത് അത് ഒറിജിനലി കൺവേർജൻ്റ് ആണെങ്കിൽ ഈ ആഡ് ചെയ്ത് കൊടുത്താലും ഡിലീറ്റ് ചെയ്ത് കൊടുത്താലും അത് കൺവേർജൻ്റ് ആയി തന്നെ നിലകൊള്ളും. അത് ഡൈവേർജൻ്റ് ആണെങ്കിൽ അത് ഡൈവേർജൻ്റ് ആയി തന്നെ നിലകൊള്ളും. അതുപോലെ തന്നെ ഒരു സീരീസിനെ റീഇൻഡെക്സ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ സീരീസിൻ്റെ കൺവേർജൻസിൽ നമുക്ക് യാതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. ആ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ റീഇൻഡെക്സ് ചെയ്താലും അത് കൺവേർജൻ്റ് ആയിരിക്കും. ആ സീരീസ് ഡൈവേർജൻ്റ് ആണെങ്കിൽ റീഇൻഡെക്സ് ചെയ്താലും ഡൈവേർജൻ്റ് ആയിരിക്കും. എന്ന് മാത്രമല്ല അതിൻ്റെ പാർഷ്യൽ സംസും എല്ലായ്പ്പോഴും സെയിം തന്നെയായിരിക്കും. കാരണം സീരീസ് സെയിം തന്നെയാണ്. നമ്മൾ അതിൻ്റെ നൊട്ടേഷൻസിൽ, ഇൻഡെക്സിലുള്ള നൊട്ടേഷൻസിൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.